ാണ് ജേർണലിങ്. അതായത് നമ്മളെ തോട്ടുകള്, നമ്മളെ കാര്യങ്ങള്, നമ്മുടെ ചിന്തകള്, നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതുക. മെയിൻ ആയിട്ട് ഞാൻ ജേർണൽ ചെയ്യല് 3 സംഭവങ്ങളാണ്. ഒന്ന് ടു ഡു ലിസ്റ്റ്, രണ്ടാമത്തത് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ്, മൂന്നാമത്തത് നമ്മളെ മെന്റലി ഫുള്ള് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കുറെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിനുള്ള ആക്ഷൻസ്, അതിനുള്ള സിസ്റ്റംസ് ഒക്കെ ക്ലിയർ ചെയ്ത് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാതെ നോക്കുമ്പോൾ, അതായത് 3 ടൈപ്പ്. അതിൽ ഫസ്റ്റത്തെ ടു ഡു ലിസ്റ്റ് ആണെങ്കിൽ നാളെ എന്തൊക്കെ ചെയ്യണം, അതായത് നമ്മൾ ഇന്ന് കിടക്കണതിന്റെ തൊട്ട് മുന്നേ ചെയ്യും നാളെ എന്തൊക്കെ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം, എത്ര ടൈമിലൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഫുൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. അതാണ് ടു ഡു. അതെന്ത് ചെയ്യാം, നമ്മളെ പിറ്റത്തെ ദിവസം രാവിലെ എണീറ്റോളെ ഇനി എന്താ ചെയ്യുക, ഇനിയിപ്പോ എന്താ ചെയ്യുക, അത് കഴിഞ്ഞ് എന്താ ചെയ്യാന്ന് ചിന്തിക്കണ്ട. നമുക്കൊരു പ്ലാൻ ഉണ്ട്, നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ട്, അത് എഴുതി വെച്ചേക്കുന്നത്, അത് നോക്കിയാൽ ചെയ്താണ് ഇങ്ങനെ ഓരോന്നിങ്ങനെ ടിക്കറ്റ് പോയാൽ മതി. ആ ടു ഡു ലിസ്റ്റ് സംഭവം നല്ല സംഭവമാണ്. ഈ സക്സസ് ആയ ആൾക്കാരൊക്കെ കീപ്പ് ചെയ്യുന്ന സംഭവമാണ്. അതായത് നമുക്ക് ആ ദിവസം മുഴുവൻ ഒരു ക്ലാരിറ്റി കിട്ടും, എന്ത് എപ്പോ എവിടെ എത്ര ടൈമിലേക്ക് വരെ ചെയ്യണം നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. സോ നമ്മളെ സ്റ്റുഡന്റ് ഒക്കെ ആണെങ്കിൽ പഠിക്കാനൊക്കെ ഇനി ഏറ്റവും നല്ലതാണ് ഇത്ര സമയം പഠിക്കുക, എത്ര സമയം റെസ്റ്റ് ചെയ്ത് ഇനി സമയം കൊണ്ട് ഫുഡ് കഴിക്കാം എന്നൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുക. രണ്ടാമതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ. അത് ഞാൻ ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ചെയ്യല്. അതായത് നമ്മളിപ്പത്തെ പ്രത്യേകിച്ച് എന്താ വെച്ചാല് ലൈഫിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് നമ്മൾ ഫുള്ള് കമ്പാരിസൺ ചെയ്ത് നടക്കുകയാണ്. ഓന്റെ ലൈഫിൽ അതുണ്ട്, ഓനക്ക് അതുണ്ട്, ഇതുണ്ട്. നമ്മള് കൂടുതലും മനുഷ്യന്മാര് നമുക്ക് ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇല്ലാത്തതിനെ കുറിച്ച് കൂടുതലും ചിന്തിക്കുക. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യുക. അതായത് നമുക്ക് എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യം കൊണ്ട് പ്രൗഡാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടുഡേ ഐ എം പ്രൗഡ് ഓഫ് ഐ ഗോട്ട് ദി ഗുഡ് ഫുഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, മലയാളത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്താ ഞാൻ എന്റെ 3 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു, ഞാൻ അവരോട് കൂടുതൽ വർത്തമാനം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ 3 നേരം നല്ല ഫുഡ് കഴിച്ചു, എനിക്ക് എന്റെ ഉമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആ ദിവസം ഗ്രേറ്റ്ഫുൾ ആയ എന്തെങ്കിലും സംഭവത്തിനെ കുറിച്ച് ചെയ്താൽ ഇനി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം 3 നേരം ഫുഡ് കഴിച്ചേക്കും, ആ ദിവസം നല്ല ഒരു ഉറക്കം ഉറങ്ങിയേക്കും, ആ ദിവസം വെള്ളം കുടിച്ചേക്കും, അതല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടേക്കും. അതിനെ കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആവാം. സംഭവം അത്രേ ഉള്ളൂ. അതിന്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ ആയിട്ട് വരുന്ന അത്രേ ഉള്ളൂ. നമുക്ക് എന്തില്ല എന്നുള്ള ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് ഉണ്ട്, നമ്മുടെ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണ് അതിനെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആവുക. മൂന്നാമത്തെ